Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന TCV കുഞ്ഞിരാമ പൊതുവാളുടെ അർദ്ധകായ പ്രതിമ അന്നൂർ TCV ജന്മശതാബ്ദി മന്ദിരത്തിൽ അനാച്ഛാദനം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ചിദംബരം പ്രതിമ അനാച്ഛാദനം നിർവഹിച്ചു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന TCV കുഞ്ഞിരാമ പൊതുവാളുടെ 113ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. അന്നൂർ കാർത്യായനിപുരം TCV ജന്മശതാബ്ദി മന്ദിരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി TCV കുഞ്ഞിക്കണ്ണ പൊതുവാളുടെ പേരമകനും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനുമായ ചിദംബരം പ്രതിമാനാച്ഛാദനം നിർവഹിച്ചു. വിദ്യാർത്ഥിയായിരിക്കെ സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിൽ പങ്കെടുത്ത് മർദ്ദനമേറ്റും പന്തിഭോജനത്തിൽ പങ്കെടുത്തതിന് സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടും വിപ്ലവകരമായ ജീവിതം നയിച്ച വ്യക്തിത്വമായിരുന്നു TCV കുഞ്ഞിരാമ പൊതുവാൾ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അലിപ്പൂർ സെൻട്രൽ ജയിലിൽ തടവ് അനുഭവിച്ചിട്ടുണ്ട്. ഖാദി പ്രചാരകൻ, സഹകാരി, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹം സജീവമായിരുന്നു. ശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് പ്രതിമ നിർമ്മിച്ചത്. അനാച്ഛാദന ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് AK ശ്രീജ, വാർഡ് കൗൺസിലർമാരായ C ശ്രീകല, P ആശ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാതയിലെ പിലിക്കോട് മട്ടലായിൽ ടയർ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് തകർന്നു. കാർ യാത്രികരായ 3 സ്കൂൾ അധ്യാപകർക്ക് പരിക്കേറ്റു. കാർ അപകടത്തിൽ പരിക്കേറ്റ കാഞ്ഞങ്ങാട് അരൈ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകരായ പിലിക്കോട് മാണിയാട്ടെ P ജിഷ, കാലിക്കട് വാണൂരിലെ VM രമിത്, പിലിക്കോട് കരപ്പാത്ത് റോഡിലെ MV സിഞ്ചു എന്നിവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ ദേശീയപാതയിലെ പിലിക്കോട് മട്ടലായിലാണ് സംഭവം. മുന്നിലെ ഇടത് ടയർ പൊട്ടുകയും കാറിന്റെ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് നിരങ്ങി നിൽക്കുകയുമായിരുന്നു. 1 മീറ്റർ കഴിഞ്ഞാൽ 20 അടി താഴ്ചയിൽ റോഡിന്റെ നവീകരണം നടന്നു വരുന്ന സ്ഥലമാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഡിവൈഡറിൽ തട്ടി കാർ നിന്നത്. അപകടത്തിൽ പരിക്കേറ്റ മാണിയാട്ടെ P ജിഷയ്ക്ക് നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ട്. മറ്റ് അധ്യാപകരുടെ പരിക്ക് സാരമുള്ളതല്ല. അധ്യാപകനായ കാലിക്കട് വാണൂരിലെ രമിത്താണ് കാർ ഓടിച്ചത്. അപകടം നടന്ന ഉടൻ അതുവഴി വന്ന കാഞ്ഞങ്ങാട് DYSP PK സുരേഷ് ബാബുവിന്റെ നിർദ്ദേശത്തിൽ നാട്ടുകാർ പരിക്കേറ്റ അധ്യാപകരെ ആശുപത്രിയിലേക്ക് മാറ്റി കാർ പാതയോരത്തേക്ക് നീക്കുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുത്തൂർ പാടശേഖരത്ത് കതിരിട്ട 20 ഏക്കറോളം നെൽകൃഷി നശിച്ചു. ചെടികളിൽ പാലുറയ്ക്കാതെ പതിരായി പോയത് കാരണം കടക്കെണിയിലായിരിക്കുകയാണ് കർഷകർ. ആരും സഹായത്തിനില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഇവർ. കരിവെള്ളൂരിലെ നെൽകർഷകർക്ക് പറയാനുള്ളത് എന്നും കണ്ണീരിന്റെ കഥകൾ മാത്രമാണ്. പുത്തൂർ പാടശേഖരത്ത് കതിരിട്ട 20 ഏക്കറോളം നെൽകൃഷിയാണ് നശിച്ചു പോയിരിക്കുന്നത്. വിത്ത് ചതിച്ചതുമൂലം ചെടികളിൽ പാലുറക്കാതെ പതിരായിപ്പോയത് കാരണം കടക്കിണിയിലായിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ. പാടങ്ങളിൽ കൊയ്ത്ത് നടത്തി പശുക്കൾക്ക് കൊടുക്കുകയാണ് ഇവർ ചെയ്തത്. കൊയ്ത്ത് കൂലിയും നഷ്ടം. നമ്മൾ നല്ല നെല്ല് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. ഒരുപാട് പൈസ ചെലവ് ചെയ്തു. പിന്നെ ഒന്നും ഇല്ലാത്തവരും കൂടി നമ്മളെ കൂട്ടത്തിൽ കൂടി കൃഷി ചെയ്തതാണ്. എന്താ വെച്ചാൽ എന്തെങ്കിലും കിട്ടുന്നില്ലൊരു പ്രതീക്ഷയിൽ. പക്ഷെ ഇതിപ്പോൾ ഒന്നും ഇല്ലാതായി. കർഷകരെല്ലാവരും കഷ്ടത്തിലായി. 1 ഏക്കർ കൃഷി ചെയ്യാൻ സ്വന്തം അധ്വാനം പുറമെ 12,000 രൂപയോളം ചെലവ് വരും. ഓലച്ചുരുട്ടിപ്പുഴു, മുഞ്ഞ തുടങ്ങിയവയുടെ ആക്രമണവും മറ്റ് നിരവധി പ്രതിസന്ധികളും കടന്നാണ് കൊയ്യാറാകുന്ന സമയം വരെ എത്തിച്ചത്. പതിരായിപ്പോയ നെൽക്കതിരുകളെ നോക്കി നെടുവീർപ്പിടാനേ ഇവർക്ക് സാധിക്കുന്നുള്ളൂ. അടുത്തൊരാളെടുക്കുന്ന ഒരു കൃഷിക്കാരനെടുക്കുന്ന വിത്ത് മേടിച്ചിട്ട് പാകി നട്ടതാണ്. ഇത്
എല്ലാം ഇതിപ്പം ഇത്രയും പണിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഒന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ നെല്ല് വിളഞ്ഞൊക്കെയായിരുന്നു, ഒന്നും അരിയും മണിയൊന്നുമില്ല. ഇങ്ങനെ പശുവിന് കൊടുക്കേണ്ട രൂപത്തിലാക്കിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടിയാണ് അരിഞ്ഞിട്ടേക്കുന്നത്. സഹായത്തിനായി കൃഷിവകുപ്പിനെയും മറ്റും സമീപിച്ചെങ്കിലും പ്രയോജനമില്ല. വാഗ്ദാനങ്ങളൊക്കെ വലിയ തോതിൽ കടലാസുകളിൽ വിശ്രമിക്കുന്നു. കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് കടം വാങ്ങിയും മറ്റും ഓരോ വർഷവും ഇവർ പാടത്തേക്ക് ഇറങ്ങുന്നത്. പ്രതിസന്ധികൾ വർദ്ധിക്കുന്തോറും ഇവരെ കരകയറ്റാൻ ആരുമില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ ആചാരങ്ങളും ആഘോഷങ്ങളും ഉത്സവങ്ങളുമെല്ലാം നെല്ലും നെൽപ്പാടങ്ങളും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷിയും പാടങ്ങളും നമ്മളിൽ നിന്ന് കരകയറിപ്പോവുകയും ആഘോഷങ്ങളിപ്പോൾ ബാക്കിയാവുകയുമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഗതാഗത മേഖലയിലെ നൂതനാശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി KSRTC പയ്യന്നൂർ ഡിപ്പോയിൽ ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ വിജയം കൈവരിച്ചിരിക്കുകയാണ്. മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസ് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ ഏക KSRTC ഡ്രൈവിംഗ് സ്കൂളാണ് നമ്മുടെ പയ്യന്നൂരിലുള്ളത്. അതിഗംഭീരമായി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം 1 വർഷമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിയാം. ഗതാഗത മേഖലയിലെ നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായി KSRTC പയ്യന്നൂർ ഡിപ്പോയിൽ ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ വിജയം കൈവരിച്ചു. 50,000 രൂപയാണ് 4 വീലിന് ഫീസായിട്ട് വാങ്ങുന്നത്. 30 ക്ലാസ്സാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. 30 ക്ലാസ്സിൽ 2 തിയറി ക്ലാസ്, അതായത് വണ്ടിയുടെ മെക്കാനിക്കൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷാ മാർഗത്തെക്കുറിച്ചും സിഗ്നൽസിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ ഇവരെ പ്രാക്ടീസിന് വേണ്ടി വിളിക്കുന്നത്. ബാക്കിയുള്ള 28 ക്ലാസ്സാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. 2 വീലർ 4 വീലായാലും ഹെവി ആയാലും 30 ക്ലാസ് കൊടുക്കുന്നുണ്ട്. 2 വീലറിൻ്റെ കാര്യത്തിലായാൽ 20 ക്ലാസ്സാണ് കൊടുക്കുന്നത്. 2 ക്ലാസ് തിയറി ക്ലാസ്സും ബാക്കിയുള്ളത് 18 ക്ലാസ് പ്രാക്ടീസുമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. SC STക്കാർക്ക് നമുക്ക് ഫീസിൽ ഇളവുണ്ട്. 3,500 രൂപയാണ് 2 വീലറിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നത്. വിത്ത് ഗിയറും വിത്തൗട്ട് ഗിയറും ഉണ്ട്. അതുപോലെ തന്നെ 4 വീലിൻ്റെ കാര്യത്തിൽ 9,000 രൂപ വാങ്ങുന്നു. അതുപോലെ തന്നെ ഹെവിയുടെ കാര്യത്തിലും 9,000 രൂപയാണ് വാങ്ങുന്നത്. എല്ലാ കാര്യത്തിലും SC STക്കാർക്ക് അതിൻ്റേതായ ഇളവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. KSRTC ഡിപ്പോകളിൽ ഡ്രൈവിംഗ് സ്കൂൾ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആയിരുന്നു. അതിന്റെ ഭാഗമായി 2025 മാർച്ച് മാസത്തിലാണ് പയ്യന്നൂർ ഡിപ്പോയിൽ ഈ പദ്ധതി ആരംഭിച്ച് വെറും 10 മാസത്തിനുള്ളിൽ 400-ലധികം പേർ ഇവിടെ നിന്ന് പരിശീലനം നേടി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കി. സുരക്ഷിതവും നിയമാനുസൃതവുമായ ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ പരിശീലനത്തിന്റെ അടിസ്ഥാനം. വനിതകൾക്കായി പ്രത്യേകം വനിതാ ട്രെയിനർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. ഏകദേശം കഴിഞ്ഞ മാർച്ച് മാസം 2024 മാർച്ച് മാസത്തോടു കൂടിയാണ് പല ഡിപ്പോകളിലും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയതിൻ്റെ ഭാഗമായി പയ്യന്നൂർ ഡിപ്പോയിലും തുടങ്ങിയിട്ടുള്ളത്. പയ്യന്നൂർ ഡിപ്പോയിൽ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ ഏക ഡ്രൈവിംഗ് സ്കൂളാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏക ഡ്രൈവിംഗ് സ്കൂളാണ് പയ്യന്നൂർ ഡിപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഹെവി, 2 വീലർ, 4 വീലർ ടെസ്റ്റിനുള്ള ഡ്രൈവിംഗ് പരിശീലനം നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഇന്നലെ നടന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ, ഹെവി ഡ്രൈവിംഗ് ടെസ്റ്റിൽ മുഴുവൻ ആളും പാസ്സാവുന്നൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഏകദേശം 355ഓളം പേര് ഇതിനകം തന്നെ ഇവിടുന്ന് പരിശീലനം നേടി പുറത്തു പോയിട്ടുണ്ട്. സുരക്ഷ, നിലവാരം, വിശ്വാസ്യത, ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മാതൃകാ സ്ഥാപനമായി KSRTC പയ്യന്നൂർ ഡിപ്പോ ഡ്രൈവിംഗ് സ്കൂൾ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ പരിപാടി ഏറ്റവും മനോഹരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ P. ദാമോദരൻ മാസ്റ്റർ സ്മാരക പുരസ്കാര വിതരണം സാംസ്കാരിക കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നോവലിസ്റ്റ് V. ജനാർദ്ദനന് പുരസ്കാരം സമർപ്പിച്ചു. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ P. ദാമോദരൻ മാസ്റ്റർ സ്മാരക പുരസ്കാര വിതരണം സാംസ്കാരിക കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നോവലിസ്റ്റ് V. ജനാർദ്ദനന് പുരസ്കാരം സമർപ്പിച്ചു. മുൻ MLA CKP പത്മനാഭൻ മുഖ്യാതിഥിയായി. വീക്ഷണശാലികളായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള ഒട്ടേറെ പ്രഗത്ഭരെ കൊണ്ട് കടന്നിട്ടുള്ള ഒരു നാടാണ് ഈ കുളപ്പുറമെന്ന് നമുക്കറിയാം. അവരുടെ എല്ലാ സംഭാവനകളും ഈ നാടിനെ
കൂടുതൽ കൂടുതൽ വിലകളിലേക്ക് എത്തിക്കുക. ആ കൂട്ടത്തിൽ മൺമറഞ്ഞു പോയിട്ടുള്ള ദാമോദരൻ മാസ്റ്ററെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായും കമ്മിറ്റി അംഗമായും കേരള ബാങ്ക് വൈസ് ചെയർമാൻ ടി.വി. രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ നിരൂപകൻ A.P. പവിത്രൻ അവാർഡ് ജേതാവിനെയും കൃതിയെയും പരിചയപ്പെടുത്തി. M. ശ്രീധരൻ, I.V. ശിവരാമൻ, C.P. ഷിജു, M. ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ സാമൂഹ്യ സംഗീത നാടകം ഉത്തമന്റെ സങ്കീർത്തനം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അക്ഷരങ്ങളെ പ്രത്യേക രീതിയിൽ വരയ്ക്കുന്ന കാലിഗ്രാഫി മേഖലയിൽ 1000 ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് കരിവള്ളൂർ കൊഴുമ്മലിലെ VV തങ്കരാജ്. ഈ വരയെഴുത്തു മേഖലയിൽ തങ്കരാജ് ഇതിനകം സ്വന്തം ഇരിപ്പിടം കണ്ടെത്തിക്കഴിഞ്ഞു. ചിത്രകലയിൽ അത്ര പരിചിതമല്ലാത്ത മേഖലയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ് കരിവള്ളൂർ കൊഴുമ്മലിലെ VV തങ്കരാജൻ. അക്ഷരങ്ങളെ പ്രത്യേക രീതിയിൽ വരയ്ക്കുന്ന കാലിഗ്രാഫി മേഖലയിലാണ് തങ്കരാജിന് താൽപ്പര്യം. 1000 കാലിഗ്രാഫി ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പൂർത്തിയാക്കിയത്. ഓരോ ചിത്രങ്ങൾക്കും എത്രയോ കഥകൾ നമ്മളോട് പറയുവാനുണ്ടാകും. അക്ഷരങ്ങളും ആശയങ്ങളും വർണ്ണങ്ങളും ചിത്രങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്നതാണ് കാലിഗ്രാഫി. കേരളത്തിൽ ഇത് അത്ര സുപരിചിതമായ ഒന്നല്ല. 5 വർഷം മുൻപ് തിരുവനന്തപുരത്ത് നടന്ന വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ക്യാമ്പിലാണ് തങ്കരാജിന് കാലിഗ്രാഫിയെക്കുറിച്ച് പരിചയപ്പെടാൻ അവസരം ലഭിച്ചത്. പ്രശസ്ത കാലിഗ്രാഫർ നാരായണ ഭട്ടതിരിയെ പരിചയപ്പെട്ടതും മുതൽക്കൂട്ടായി. പ്രത്യേകതരം മഷിയും പേനയും ഉപയോഗിച്ചാണ് ചിത്രം വരയ്ക്കുന്നത്. കാലിഗ്രാഫി അക്ഷരങ്ങൾ മാത്രമല്ല, അപ്പോൾ അതിലൊരു ആശയമുണ്ട്, ഒരു ചിത്രമുണ്ട്, ഒരു ആശയം, ചിത്രം, ഒരു കോമ്പോസിഷൻ. അത് അക്ഷരങ്ങളെ കൊണ്ടൊരു കോമ്പോസിഷൻ ഉണ്ടാക്കിയായിരിക്കും. അപ്പോൾ അത് കറുപ്പിലായാലും വെളുപ്പിലായാലും നിറത്തിലായാലും എല്ലാം നല്ല സുന്ദരമായ അക്ഷരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ കോമ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വർക്കുകൾ ഇപ്പോൾ 3 വർഷമായിട്ട് എറണാകുളത്ത് നടക്കുന്ന ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിൽ നാരായണ ഭട്ടതിരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിൽ 3 വർഷമായിട്ട് എൻ്റെ വർക്കുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ സൗത്ത് കൊറിയയിലെ ജിഗ്ജി ഫെസ്റ്റിൽ കാലിഗ്രാഫി ഫെസ്റ്റുമുണ്ട്. അവിടെയും എനിക്കൊന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അവിടെയും എൻ്റെ 2024 ജിഗ്ജി ഫെസ്റ്റിൽ എൻ്റെ വർക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പലതും ഓൺലൈനിൽ കൂടിയാണ് വാങ്ങുന്നത്. 2024 സൗത്ത് കൊറിയയിൽ നടന്ന ജിഗ്ജി കാലിഗ്രാഫി ഫെസ്റ്റിവലിൽ തങ്കരാജിൻ്റെ 2 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. നാരായണൻ ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ 3 വർഷമായി നടത്തിവരുന്ന ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിൽ തങ്കരാജിൻ്റെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കേരളപ്പിറവി ദിനം മുതൽ മലയാളത്തിലെ 51 അക്ഷരങ്ങൾ കാലിഗ്രാഫിയിലാക്കി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കാലിഗ്രാഫിയെ ജനകീയമാക്കുക എന്നതാണ് തങ്കരാജിൻ്റെ ലക്ഷ്യം. ചിത്രകാരൻ എന്ന നിലയിലും തങ്കരാജിനെ തേടി നിരവധി അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട്. ഗാന്ധി ദർശൻ വേദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിച്ച 201 മീറ്റർ ക്യാൻവാസിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം വരയ്ക്കുന്ന പരിപാടിയിൽ തങ്കരാജും പങ്കെടുത്തിരുന്നു. നിരവധി പുസ്തകങ്ങൾക്ക് ഇദ്ദേഹം ചിത്രീകരണം നടത്തിയിട്ടുമുണ്ട്. വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് തങ്കരാജൻ. VP സീനയാണ് ഭാര്യ. അനന്യ, ആലാപ് എന്നിവരാണ് മക്കൾ. മറ്റുള്ളവർ നടന്നു തീർത്ത വഴികളിലൂടെയല്ല, പുതിയ വഴിയിൽ കൂടി വേണം ഒരു കലാകാരൻ സഞ്ചരിക്കേണ്ടതെന്ന് തങ്കരാജിൻ്റെ കലാജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ ഒളവറ ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച K. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയം തുറന്നു. 3 ലക്ഷം രൂപ ചെലവിൽ 125 പേർക്ക് ഇരിപ്പിട സൗകര്യത്തോടെയാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലും സാക്ഷരതാ പ്രവർത്തനങ്ങളിലും സംസ്ഥാന തലത്തിൽ തന്നെ നേതൃത്വം നൽകി വന്ന ഒളവറയിലെ K. കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ നാമധേയത്തിൽ ഭാരതം സ്വാതന്ത്ര്യം നേടിയ വർഷത്തിൽ ഒളവറ ഗ്രാമത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ ഗ്രന്ഥാലയത്തിന്റെ അനുബന്ധമായാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. 3 ലക്ഷം രൂപ ചെലവിൽ 125 പേർക്ക് ഇരിപ്പിട സൗകര്യത്തോടെയുള്ള ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MK പ്രസന്ന നിർവഹിച്ചു. ഈ ഓപ്പൺ ഓഡിറ്റോറിയം നമ്മുടെ ശരീരനായ ശ്രീ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ നാമധേയത്തിലാണ്. ഇപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ ആ മഹാത്മ്യത്തെ കുറിച്ച്. ഗ്രന്ഥാലയം പ്രസിഡന്റ് TV വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന, പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ VK രതീശൻ, റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV രാഘവൻ മാസ്റ്റർ, ഗ്രന്ഥാലയം മുൻ സെക്രട്ടറി K. നാരായണൻ, വനിതാവേദി പ്രസിഡന്റ് KV ശ്രീജ, C. ദാമോദരൻ, TV ഗോപി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ പൂരക്കളിയും അരങ്ങേറി.
നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പരിമിതത്വത്തെ പരമാവധിയാക്കി ചെറുതാഴം പഞ്ചായത്തിലെ കൃഷിപ്പൂന്തോട്ടം. പരിമിതമായ സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്ത് വിജയകരമായി വിളവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ. പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ വലിയ വെല്ലുവിളിയായ ഈ കാലത്ത് ഉള്ള സ്ഥലത്ത് ഒരു സ്ഥലവും വേസ്റ്റാക്കാതെ കൃഷി നടത്തി മികച്ച വിളവെടുപ്പ് നേടിയിരിക്കുകയാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. സാധാരണ ഒരു ഗ്രാമപഞ്ചായത്തിൽ കാണുന്നത് പൂന്തോട്ടങ്ങളാണ്, കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് പൂന്തോട്ടങ്ങളാണ്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പച്ചക്കറി പൂന്തോട്ടം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ തോന്നാൻ കാരണം എന്താ? അത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ കൃഷി സമൃദ്ധി എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം 80,000-ഓളം പച്ചക്കറി തൈകൾ കർഷകരുടെ ഭവനങ്ങളിൽ എത്തിച്ച് നൽകിയിട്ടുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ അതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ എല്ലാ സ്ഥലത്തുമുള്ള പൂന്തോട്ടത്തിന് പകരം നമ്മൾ ചെറിയ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം നമ്മളിങ്ങനെ ക്രോപ്പ് റൊട്ടേഷൻ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ ഈ സ്മാർട്ട് കൃഷിഭവൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ചീര കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, ചീര മാത്രം. അത് ഇപ്രാവശ്യം ചെറിയ മാറ്റം വരുത്തി ചീരയും വഴുതിന അതുപോലെ തന്നെ പച്ചമുളക്, ഈ 3 ഇനങ്ങളാണ് ഇപ്പം നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. പൊതുവെ കേരളത്തിലെ പഞ്ചായത്തുകളിൽ വെച്ചാൽ ഇതുപോലൊരു കൃഷി തുടങ്ങിയാൽ അത് വീണ്ടും വീണ്ടും അങ്ങ് ചെയ്യാറില്ല, പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ എത്ര തവണയായി വിളവെടുപ്പ് നടക്കുന്നത്? ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ കൃഷിഭവൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഇത്തരം പദ്ധതി, പ്രത്യേകിച്ച് കൃഷി സമൃദ്ധി എന്നുള്ള പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ മുഴുവൻ സ്ഥലങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തരിശുഭൂമികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വികസനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ അതാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതൊരു ബോധവൽക്കരണം കൂടിയാണ്. പഞ്ചായത്തിലേക്ക് കയറിയിരുന്ന ഓരോ ആളുകളും ഇത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ തരത്തിൽ വളരെ പരിമിതമായ സ്ഥലത്ത് വരെ ഈ തരത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാം എന്നുള്ള ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് ചെറുതാഴം പഞ്ചായത്തിൽ നല്ല കാർഷിക പ്രാധാന്യമുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ ആ തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഈ ഒരു കൃഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇതിനെ പരിപാലിച്ചവരെ തന്നെയാണ്. അവരെ കുറിച്ച് പറയാം. നമ്മുടെ ചെറുതാഴം പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാർഷിക കർമ്മസേനയുണ്ട്. അതിലൊരു 5ഓളം അംഗങ്ങൾ വളരെ സജീവമായിട്ട് നമ്മളെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ വരുന്ന മിക്കവാറും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 80,000 പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചത് നമ്മുടെ ഈ കർമ്മസേന തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ സംരംഭങ്ങൾ ഇവർ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ഒരുക്കണം, ഒരു 5 സെൻറ്റ് പച്ചക്കറി തോട്ടം ഒരുക്കണമെങ്കിൽ അത് വിളവെടുക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം വരെ നമ്മുടെ കർമ്മസേനക്കാരുടെ അടുത്തുണ്ട്. മെഷീനറീസ് ഉണ്ട്. ഇവർ ഫീൽഡിൽ പോയി അവിടെ ഒരു പച്ചക്കറി തോട്ടം ഒരുക്കി അതിനെ പരിപാലിച്ച് അത് വിളവെടുക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പരിപാടികൾ വളരെ നല്ല രീതിയിൽ നല്ല സജീവമായിട്ട് ഇടപെടുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ കാർഷിക കർമ്മസേന. എന്തായാലും കൃഷി ചെയ്യാൻ സ്ഥലമില്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷിയിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നവർക്ക് ഒരു പ്രചോദനമാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തും. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ 2 നില കെട്ടിടം തുറന്നു. രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. പടന്ന VKP-KM MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിനായി 75 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 6 ക്ലാസ് മുറികൾ ഉൾക്കൊള്ളുന്ന കെട്ടിടമാണ് തുറന്നത്. രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. പടന്നയിൽ ഇപ്പോഴും സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് അന്ന് CH പറഞ്ഞപ്പോൾ പലരും വിചാരിച്ചു അന്ന് ഇവിടെ കരണ്ടൊന്നുണ്ടായില്ല. അന്നിപ്പോൾ ഇവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു. അതായിരിക്കും CH ഉദ്ദേശിച്ചത് വെച്ചപ്പോൾ CH അതിനെ തിരുത്തി. ഞാൻ വെളിച്ചമെന്ന് ഉദ്ദേശിക്കുന്നത് വിദ്യുശക്തിയല്ല, കരണ്ടല്ല. ഞാൻ വെളിച്ചമെന്ന് ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന വെളിച്ചമാണ്. ആ സൂര്യൻ ഇവിടെ ഉദിച്ചിട്ടില്ല എന്ന് 1968 CH മുഹമ്മദ് കോയ പറഞ്ഞു.
കലോത്സവ വിജയികൾക്കുള്ള ഉപഹാര വിതരണവും MP നിർവഹിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് TMC കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ MC ശിഹാബ്, VHSC പ്രിൻസിപ്പൽ MP നാസർ, പ്രഥമാധ്യാപിക VK ശശികല, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി SM മഹമ്മൂദ്, KM ഷംസുദ്ദീൻ ഹാജി, KC മുഹമ്മദ് കുഞ്ഞി ഹാജി, U മൊയ്തീൻ കുട്ടി ഹാജി, VKP ഇസ്മായിൽ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അന്താരാഷ്ട്ര പരിശീലകനായ നിസാം ഗുരുവായൂർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രകാശൻ കരിവള്ളൂർ അനുസ്മരണ ഭാഷണം നടത്തി. കരിവള്ളൂർ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനിവാസൻ അനുസ്മരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. പാഠശാല പന്തലിൽ നടന്ന പരിപാടിയിൽ മുണ്ടശ്ശേരി അവാർഡ് നേടിയ പ്രകാശൻ കരിവള്ളൂർ ശ്രീനിവാസൻ അനുസ്മരണ പ്രസംഗം നടത്തി. അധോലോക മാഫിയന്റെ ആളായിട്ടോ അടിച്ച് 25 ആളെ ഇടുന്ന 6-ാം തമ്പുരാനായിട്ടൊന്നും അല്ല മോഹൻലാൽ മലയാളികളുടെ മനസ്സിലെത്തി. ശ്രീനിവാസൻ രചിച്ച ചില സ്വാഭാവിക ജീവിതത്തിന്റെ കഥകൾ, ജോലിയില്ല, ഭക്ഷണം കഴിക്കാനില്ല, വലിയ പഠിച്ചിട്ടും 4 മുമ്പിൽ ആ പഠിപ്പിനനുസരിച്ച് ജോലി കിട്ടാത്തതിന്റെ കോംപ്ലക്സ്, മനുഷ്യന്മാരെ ബാധിക്കുന്ന വിഷയങ്ങൾ സിനിമയിൽ ഈ താരങ്ങളെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് ശ്രീനിവാസന്റെ തുടക്കം. ചടങ്ങിൽ VV പ്രദീപൻ അധ്യക്ഷനായി. K രാജീവൻ, KP പവിത്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ചിന്താവിഷ്ടയായ ശ്യാമള ചലച്ചിത്ര പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കുഞ്ഞിമംഗലം ഹൈസ്കൂൾ SN സ്കൂൾ റോഡും കിഴക്കാനി പറമ്പത്ത് റോഡ് ലിങ്ക് റോഡും നാടിന് സമർപ്പിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഹൈസ്കൂൾ SN സ്കൂൾ റോഡ്, കിഴക്കാനി പറമ്പത്ത് റോഡ് ലിങ്ക് റോഡ് ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു നിർവഹിച്ചു. നല്ല രീതിയിൽ തന്നെ റോഡ് ടാർ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ പ്രകാശനം നിരന്തരം ഇതിൽ ബന്ധപ്പെടുന്നതാണ്. അതുപോലെ നമ്മൾ KEയും എല്ലാം ഇതിനു വേണ്ടി കാര്യമായി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് റോഡുകളും നടപ്പാടുകളും ഇവിടെ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ ടെൻഡർ പോകാതെ തന്നെ നിരവധി പ്രശ്നങ്ങളിലൂടെ നടക്കുകയാണ്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടുക്കാടൻ വിജയൻ അധ്യക്ഷത വഹിച്ചു. AE രസിത VV റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷീബ KP, U ഭാസ്കരൻ, KV പ്രകാശൻ, വിമല E, തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ രജില M, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. 11,13,364 രൂപ ചെലവിൽ 112 തൊഴിൽ ദിനം സൃഷ്ടിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകരായ ജനപ്രതിനിധികൾക്ക് അനുമോദനവും താലൂക്ക് തല സെമിനാറും നടത്തി. ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പരിധിയിലെ 11 ഗ്രാമപഞ്ചായത്തുകളിലെയും 2 നഗരസഭകളിലെയും ഗ്രന്ഥശാല പ്രവർത്തകരായ 47 ജനപ്രതിനിധികളെയാണ് അനുമോദിച്ചത്. UP ഹൈസ്കൂൾ, മുതിർന്നവർ, വനിതകൾ എന്നിവർക്കായി നടത്തിയ വായനാ മത്സരത്തിലെ താലൂക്ക് തല വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനദാനം നടത്തി. കാലിക്കടവിൽ നടന്ന സെമിനാർ ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് വിവിധ വിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആയിരിക്കുന്നതിനെ പറ്റിയുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ, ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ഒക്കെ തന്നെ ആശയങ്ങൾ സാധാരണക്കാരുടെ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനയായിരിക്കണം എന്നുള്ള മുൻതൂക്കം ലഭിക്കൽ, അതിന്റെ ഭാഗമായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുന്നു. അതിലത്തെ മഹത്തായ ആശയങ്ങൾ പരമാധികാരം, ജനാധിപത്യം, സോഷ്യലിസം, ഫെഡറലിസം, മതനിരപേക്ഷത, റിപ്പബ്ലിക്കൻ ആശയങ്ങൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് നവംബർ 26, 1943 അംഗീകരിക്കുകയും ജനപ്രതിനിധികളെയും വായനാ മത്സര വിജയികളെയും അദ്ദേഹം അനുമോദിച്ചു. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി T രാജൻ, താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ, K സുകുമാരൻ, P കുഞ്ഞിരാമൻ, PV ദിനേശൻ, CV വിജയരാജ്, T തമ്പാൻ, A നിത്യ, സുനീഷ് കക്കാട്ടി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ.
കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 31 മുതൽ ഫെബ്രുവരി 5 വരെ കാനായി മീൻകുഴി റിക്രിയേഷൻ സെന്ററിൽ നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജനുവരി 31 വൈകുന്നേരം ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചിരോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയാകും. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി വിശിഷ്ടാതിഥിയാകുന്ന ചടങ്ങിൽ കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ഇൻചാർജ് രാജിയാർ പിള്ള സ്വാഗതം ആശംസിക്കും. രമേശൻ നടുവിൽ, ഷാജി മാടായി, സന്തോഷ് മാനസം, അനിൽ കാനായി, നാരായണൻ നരിക്കാംവള്ളി, ഷൈജു കൃഷ്ണൻ, ഷൈജിത് കുഞ്ഞുമംഗലം, രാജേന്ദ്രൻ നരമം, പ്രണവ് കാരന്താറ്റിൽ, ഷിനു പാടിച്ചാൽ, ടിനു KR, കൊച്ചു കുഞ്ഞുമംഗലം എന്നിവർ ശില്പകലാ ക്യാമ്പിൽ പങ്കെടുക്കും. തുടർന്ന് സുഭാഷ് അറുക്കരയുടെ നാട്ടരങ്ങ് നാടൻപാട്ടും ഉണ്ടായിരിക്കുമെന്ന് ഉണ്ണീക്കാനായി പി ഗംഗാധരൻ, VV ഗിരീഷ് കുമാർ, സുരേഷ് പി ഭാസ്കരൻ, K ജീവൻ, P വിനോദ്, M രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാൽപന്തു കളിയുടെ നാടായ തൃക്കരിപ്പൂരിൽ സായാഹ്ന ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച പന്തുരുളും. നീണ്ട 53 വർഷമായി ഫുട്ബോൾ സംഘാടനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന തൃക്കരിപ്പൂർ ആക്മി ക്ലബ്ബ് നേതൃത്വത്തിലാണ് പ്രാദേശിക കളിക്കാർക്ക് മുൻഗണന നൽകുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. പഴയകാലത്തെ ഫുട്ബോൾ സായാഹ്നത്തെ തിരിച്ചെത്തിക്കുന്നതിനും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലുള്ള പ്രാദേശിക ഫുട്ബോൾ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും ലക്ഷ്യമിട്ടുള്ളതാണ് ടൂർണമെന്റ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ പ്രമുഖരായ 16 ടീമുകളാണ് ടൂർണമെന്റിൽ ഏറ്റുമുട്ടുക. വിജയികൾക്ക് ₹1,00,000 രൂപയാണ് സമ്മാനമായി നൽകുന്നത്. 80കളിൽ ഫുട്ബോൾ കളിക്കളങ്ങളെ ത്രസിപ്പിച്ച MP മുത്തലീബ്, C റഷീദ് എന്നിവരുടെ സ്മരണയിലാണ് ആക്മി ക്ലബ്ബ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ AFC ബീരിച്ചേരി ഇടയിലേക്കാട് റെഡ് സ്റ്റാർ ക്ലബിനെ നേരിടും. വാർത്താ സമ്മേളനത്തിൽ C ഷൗക്കത്ത് അലി, വളപട്ടണം റഷീദ്, EV ഗണേശൻ, UP ഇക്ബാൽ, T ബാബു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.